വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ പൊന്നിയോട് ആശുപത്രിയിൽ നടന്ന സംഭവങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ് രാഘവൻ നായർ. പൊന്നി പറയുന്നതൊക്കെ കേട്ട് വിഷമിച്ച് രാഘവൻ നായർ കരുതുകയാണ്, പാവം ശാലിനി, എൻ്റെ മോൾക്ക് വേണ്ടി അവളുടെ ജീവൻ ബലി കൊടുത്തു എന്നൊക്കെ ചിന്തിച്ച് രാഘവൻ നായർ അങ്ങനെ ഇരിക്കുന്നു. തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിൽ സങ്കടപ്പെട്ടിരിക്കുന്ന ശാലിനിയെയും ഭാമയുടെ വീട്ടിൽ സങ്കടപ്പെട്ടിരിക്കുന്ന വിഷ്ണുവിനെയുമാണ്. അവർ രണ്ടുപേരും അവർ മുമ്പ് കണ്ടിട്ടുള്ളതും അടികൂടിയതും വഴക്കുണ്ടാക്കിയതും പിന്നെ സ്നേഹിച്ചിട്ടുള്ളതുമായ ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ അങ്ങനെ ഓർത്തിരിക്കുന്നതാണ്. അതൊക്കെ ഒരു പാട്ട് സീനിലൂടെയാണ് കാണിക്കുന്നത്. അതേസമയം അടുത്ത മുറിയിലിരുന്ന് കരയുന്ന പ്രീതിയെയും കാണിക്കുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് ഗോപാലകൃഷ്ണനെയാണ്. ഗോപാലകൃഷ്ണൻ സ്വന്തം വീട്ടിലിരുന്ന് വക്കീലിനോടൊപ്പം ഇരുന്ന് മദ്യപിക്കുന്നതാണ്. വക്കീലിനോട് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, എൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്ന്, പുറത്ത് നിന്ന് ആരെങ്കിലും ആണെങ്കിൽ നമുക്ക് കേസ് കൊടുക്കാം എന്നൊക്കെ വക്കീൽ വിനയചന്ദ്രൻ പറയുന്നുണ്ട്. അന്നേരം ആകെ സങ്കടപ്പെട്ടെന്നോണം ഗോപാലകൃഷ്ണൻ പറയുകയാണ്, പുറത്ത് നിന്ന് ആരുമില്ല, അകത്ത് നിന്നുള്ളവർ തന്നെയാണ്, രാജേശ്വരിയും ബാലചന്ദ്രനെയുമാണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്വത്താണ് പ്രശ്നം, അത് കണ്ടിട്ട് തന്നെയാണ് അവൾ എന്നെ കല്യാണം കഴിച്ചതെന്ന് എന്നോട് തുറന്നു പറഞ്ഞുവെന്നും പിന്നെ ശാരദയുടെയും മക്കളുടെയും കാര്യം തനിക്കറിയാമല്ലോ എന്നും ഞാനിപ്പോൾ അവരോടൊപ്പം പോയാലോ സ്വത്തൊക്കെ അങ്ങോട്ട് പോയില്ലേ എന്ന് ബാലചന്ദ്രൻ രാജേശ്വരിയും ഭയക്കുന്നു, അതിനാലാണ് എനിക്ക് ഭീഷണി എന്നൊക്കെ വക്കീൽ വിനയചന്ദ്രനോട് ഗോപാലകൃഷ്ണൻ പറയുന്നു. ഇപ്പോൾ ഗോപാലകൃഷ്ണൻ താമസിക്കുന്നത് വേറൊരു വീട്ടിലേക്കാണ്. അന്നേരം ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, സ്വത്തിൻ്റെ പേരിൽ വീട്ടിൽ അടിയും വഴക്കുമൊക്കെ ഉണ്ടായി, ഈ വീട്ടിലേക്ക് താമസം മാറിയതും അതുകൊണ്ട് തന്നെയാണ്, ഇത് ബാലചന്ദ്രൻ്റെ സെറ്റപ്പാണ്, ഏതോ ഒരു ഫ്രണ്ടിൻ്റെ വീടെന്നാണ് അവൻ പറഞ്ഞത് എന്നൊക്കെ തൻ്റെ സങ്കടങ്ങൾ വക്കീലിനോട് പറയുകയാണ് ഗോപാലകൃഷ്ണൻ. പിന്നീട് തൻ്റെ സംശയം ഗോപാലകൃഷ്ണൻ പറയുകയാണ്, അടുത്തൊന്നും ഈ വീട്ടിനടുത്തൊന്നും ആരും താമസമില്ല, അപ്പോൾ എന്നെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത് അപകടപ്പെടുത്താനോ മറ്റോ ആണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്നും പറയുന്നു. അന്നേരം ചുറ്റുമൊക്കെ നോക്കിയിട്ട് വക്കീൽ ചോദിക്കുകയാണ്, എടോ ഇവിടെ അവരാരും ഇല്ലല്ലോ എന്ന്. അന്നേരം ഇല്ല, ആരുമില്ല, രാജേശ്വരി ബ്യൂട്ടി പാർലറിലേക്ക് പോയിരിക്കുകയാണെന്നും ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്. ബാലചന്ദ്രൻ പുറത്തെവിടെയോ പോയിരിക്കുകയാണ്, ഇപ്പോഴൊന്നും വരില്ല എന്ന വിശ്വാസത്തിലാണ് തന്നെ ഞാൻ വിളിച്ചു വരുത്തിയതെന്ന് ഗോപാലകൃഷ്ണൻ പറയുമ്പോഴേക്കും അവിടേക്ക് ബൈക്കിലെത്തുകയാണ് ബാലചന്ദ്രൻ. വക്കീലിൻ്റെ കാറ് കണ്ട് ആരാ ഗസ്റ്റ് എന്ന് നോക്കിയിട്ട് കാറിലെ എംബ്ലം ശ്രദ്ധിച്ചിട്ട് ബാലചന്ദ്രൻ പറയുകയാണ്, അയ്യോ വക്കീലാണല്ലോ, ഇനി എന്താ കാര്യമെന്ന് ചിന്തിച്ച് ബാലചന്ദ്രൻ പുറത്തു തന്നെ നിൽക്കുന്നു. തുടർന്ന് അകത്തേക്ക് കയറുന്ന ബാലചന്ദ്രൻ അവരുടെ സംസാരമൊക്കെ കേൾക്കുകയാണ്. അന്നേരം മരിക്കാൻ എനിക്ക് പേടിയൊന്നുമില്ല എന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്. അന്നേരം വക്കീൽ പറയുകയാണ്, താൻ മരിച്ചാലും അവരാണ് പേടിക്കേണ്ടത്, നിയമപരമായി രാജേശ്വരി തൻ്റെ ഭാര്യയല്ലല്ലോ, അപ്പോൾ താൻ മരിച്ചാലും ശാരദാമ്മയ്ക്കും മക്കൾക്ക് മാത്രമേ സ്വത്ത് കിട്ടുള്ളൂ എന്നൊക്കെ വക്കീൽ പറയുന്നുണ്ട്. അതുകൊണ്ട് അത്തരമൊരു സാഹസത്തിന് അവർ മുതിരില്ല എന്ന് വക്കീൽ പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുകയാണ്, അല്ലടോ, അവരെന്നെ കൊന്നിട്ട് എൻ്റെ തള്ളവിരൽ പതിപ്പിച്ച് സ്വത്തൊക്കെ കൈക്കലാക്കുമോ എന്നാണ് എൻ്റെ ഭയം. അവരതിന് ചെയ്യും, എന്തിനും മടിക്കാത്തവരാണ് ബാലചന്ദ്രനും രാജേശ്വരിയും എന്ന് പറയുമ്പോൾ വക്കീൽ ഒരു സൊല്യൂഷൻ പറയുകയാണ്, മരണശേഷം തൻ്റെ സ്വത്തുക്കൾ ആർക്കൊക്കെ കൊടുക്കണം, എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ച് താനൊരു വിൽപത്രം തയ്യാറാക്കുക, അതേ ഉള്ളൂ ഇനിയൊരു സൊല്യൂഷൻ. താൻ വിൽപത്രം തയ്യാറാക്കി എന്നെ സീൽ ചെയ്ത് ഏൽപ്പിക്കുക, പിന്നെ അവരെന്തെങ്കിലും കള്ളത്തരം കാണിച്ചാലും അതിനൊന്നും ഒരു വിലയുണ്ടാവില്ല, എൻ്റെ കയ്യിലിരിക്കുന്ന വിൽപത്രത്തിന് മാത്രമേ വിലയുണ്ടാവുള്ളൂ എന്ന് വക്കീൽ പറയുകയാണ് ഗോപാലകൃഷ്ണനോട്. അന്നേരം അതൊക്കെ വാതിൽക്കൽ നിന്നും മറഞ്ഞ് ശ്രദ്ധിച്ചു നിന്ന് കേൾക്കുകയാണ് ബാലചന്ദ്രൻ. ഇനി അഥവാ രണ്ടാമതൊരു വിൽപത്രവുമായി അവർ വന്നാൽ സംശയാസ്പദമായ കൊലപാതകത്തിനും വ്യാജരേഖ ചമച്ചുണ്ടാക്കിയതിനുമൊക്കെ എനിക്കാണെങ്കിൽ അവർക്കെതിരെ ഒരു കേസ് എടുക്കാനും പറ്റും എന്നൊക്കെ വക്കീൽ പറയുന്നു. ഒരു നുള്ള മണ്ണ് കിട്ടുക എന്ന് മാത്രമല്ല, അവർ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കുകയും ചെയ്യുമെന്ന് വക്കീൽ പറയുമ്പോൾ അതൊരു നല്ല ഐഡിയ ആണ്, നാളെ തന്നെ വിൽപത്രം തയ്യാറാക്കാനുള്ള ഏർപ്പാട് ചെയ്യാമെന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നു. ഇതൊക്കെ കേൾക്കുന്ന ബാലചന്ദ്രൻ, വിൽപത്രമല്ലടോ, തൻ്റെ മരണമാണ് താൻ ഇരുന്ന് വാങ്ങാൻ പോകുന്നത് എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്, അകത്തേക്ക് കയറാതെ. തുടർന്ന് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. അവിടെ ഹാളിലിരിക്കുന്ന ഭാമ പ്രീതിയെ വിട്ട് വിഷ്ണുവിനെ വിളിപ്പിക്കുകയാണ്. വിഷ്ണു എന്താണെന്ന് പറഞ്ഞു വരുമ്പോൾ അങ്ങോട്ട് ഇരിക്കാൻ പറയുന്നു. അന്നേരം ഒന്ന് മടിക്കുകയാണ് വിഷ്ണു. എന്താ ഞാൻ പറഞ്ഞാൽ കേൾക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു സെറ്റിയിലേക്ക് ഇരിക്കുന്നു. എന്നിട്ട് ഭാമ പറയുകയാണ്, ഞാൻ പറഞ്ഞത് അനുസരിക്കാത്തതിൻ്റെ ഫലമാണ് നീ ഇപ്പോൾ അനുഭവിക്കുന്നത്. തുടർന്ന് ഭാമ പറയുകയാണ്, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു, ശാലിനി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള പെണ്ണായിരുന്നില്ല, എന്തായാലും അതൊക്കെ കഴിഞ്ഞു. അവളോടുള്ള പ്രേമം കാരണം നിന്റെ കണ്ണാണെങ്കിൽ തുറന്നതുമില്ല, നിന്നെപ്പോലെ അഴകും ആരോഗ്യവുമുള്ള ആൺപിള്ളേർക്കൊപ്പം ജീവിക്കാൻ ഒരുപാട് പെൺകുട്ടികൾ കൊതിക്കുന്നുണ്ടാവും, പക്ഷേ നീ തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് കൂടി അതിനുള്ള അർഹത ഉണ്ടോയെന്ന് നീ ചിന്തിക്കണം. പണത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ സ്ത്രീകൾ മടിക്കില്ല എന്നും അങ്ങനെയുള്ള സ്ത്രീകളൊക്കെ ഉണ്ട് എന്നൊക്കെ ഭാമ പറയുമ്പോൾ ആകെ ദേഷ്യപ്പെടുകയാണ് വിഷ്ണു. വിഷ്ണു പറയുകയാണ്, അമ്മേ, ശാലിനി അത്തരത്തിലൊരു പെണ്ണല്ല, അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് വിഷ്ണു പറയുന്നുണ്ട്.
അന്നേരം സുസ്മിത പറയുകയാണ്, കേട്ടോ ആൻറ്റി, ശാലിനിക്ക് അവിഹിത ഗർഭമുണ്ടെന്ന് പറഞ്ഞിട്ടും അവളെ പുണ്യവതിയാക്കാനുള്ള ശ്രമമാണ് വിഷ്ണുവേട്ടൻ. അന്നേരം ചാടി എഴുന്നേറ്റ് ശാലിനി സുസ്മിതയ്ക്ക് നേരെ കൈ ചൂണ്ടി വിഷ്ണു പറയുകയാണ്, ദേ സുസ്മിതെ, നീ ഇനി അധികം മിണ്ടണ്ട. അന്നേരം ഭാമ പറയുന്നുണ്ട്, അവൾ മിണ്ടും, മിണ്ടിയാൽ നിനക്കെന്താ കുഴപ്പം? സുസ്മിത ഇത്ര നേരം പറഞ്ഞതൊക്കെ കുറ്റവും കുറവും പരദൂഷണവും ഒക്കെ. അങ്ങനെയാണെങ്കിൽ ശാലിനി എന്തിനാണ് മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ട് തന്നത്? അന്നേരം ഉത്തരമില്ലാതെ നിൽക്കുകയാണ് വിഷ്ണു. കള്ളി വെളിച്ചത്താകും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവൾ ഒപ്പിട്ട് തന്നത് എന്ന് ഭാമ പറയുന്നു. അന്നേരം വിഷ്ണു പറയുകയാണ്, അവൾ 2 മാസത്തെ സമയമല്ലേ ചോദിച്ചത്? അന്നേരം ഭാമ പറയുകയാണ്, അവൾ നിശ്ചയിക്കുന്ന സമയമല്ല, ഈ സത്യഭാമ നിശ്ചയിക്കുന്ന സമയത്താണ് കാര്യങ്ങളൊക്കെ പറയേണ്ടതെന്ന്. തുടർന്ന് ഭാമ പറയുകയാണ്, അവൾക്ക് ഞാനൊരു ലാസ്റ്റ് ചാൻസ് കൂടി തരാം. നീ ഇപ്പോൾ ഈ നിമിഷം അവൾക്ക് ഫോൺ ചെയ്യ്. എന്നിട്ട് സത്യം അവൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയാൻ പറയേ. എന്താ നീ ഫോൺ ചെയ്യുന്നില്ലേ എന്ന് വിഷ്ണുവിനോട് ചോദിക്കുന്നു. ഇല്ലെങ്കിൽ അവസാന തീരുമാനം ഇനി ഈ സത്യഭാമ എടുക്കും. അത് അരക്കിട്ട് തീരുമാനിക്കാനായിട്ട് ഒരാൾ കൂടി വരുന്നുണ്ട്. അവൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ തീരുമാനത്തിന് മാറ്റമുണ്ടാകില്ല എന്ന് ഭാമ പറയുന്നു. അതേസമയം കാറിൽ സത്യഭാമയുടെ വീട്ടിലേക്ക് മുറ്റത്ത് വന്ന് ഇറങ്ങുന്നുണ്ട് സരള. എന്നിട്ട് അതേസമയം ഭാമ പറയുകയാണ്, ആ അവസാന തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ശാലിനി എന്നൊരു വാക്ക് ഇവിടെ പിന്നെ മിണ്ടിപ്പോകരുത് ആരും. അപ്പോൾ അത് ആരാണ് വരുന്നതെന്ന് ചിന്തിക്കുകയാണ് വിഷ്ണുവും രാഘവൻ നായരും പ്രീതിയും സുസ്മിതയും ഒക്കെ. തുടർന്ന് സരള അകത്തേക്ക് വരുമ്പോൾ അമ്മയെന്നും പറഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഇതെന്താ അമ്മേ, മുന്നറിയിപ്പൊന്നും ഇല്ലാതെ എന്ന് ചോദിക്കുമ്പോൾ ആകെ ഗൗരവഭാവത്തിൽ സരള പറയുകയാണ്, കുശലാന്വേഷണമൊക്കെ പിന്നീടാകട്ടെ, എനിക്ക് ഭാമയോടൊന്ന് സംസാരിക്കണം. അന്നേരം സരളയെ അകത്തേക്ക് വിളിക്കുകയാണ് സത്യഭാമ. ഞാൻ വിളിച്ചിട്ടാണ് സരള വന്നതെന്ന് വിഷ്ണുവിനോട് ഭാമ പറയുന്നുണ്ട്. അന്നേരം വിഷ്ണുവിന് രാഘവൻ നായർക്കും പ്രീതിക്കുമൊക്കെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. തുടർന്ന് എന്തിനാ വിളിപ്പിച്ചതെന്ന് സരള ചോദിക്കുമ്പോൾ ഭാമ പറയുകയാണ്, ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ സരള അറിഞ്ഞു കാണുമല്ലോ. അന്നേരം സരള പറയുകയാണ്, മുഴുവനായിട്ട് അറിഞ്ഞില്ല, ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ശാലിനി മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ടു. ആ ബന്ധം ഞങ്ങളങ്ങ് ഒഴിയുകയാണ്. ഇനി എത്രയും വേഗം വിഷ്ണുവും സുസ്മിതയും തമ്മിലുള്ള വിവാഹം നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് ഭാമ പറയുന്നു. തുടർന്ന് സരള പറയുകയാണ്, കാര്യങ്ങളൊക്കെ നമുക്ക് തുറന്ന് സംസാരിക്കാം. കുഞ്ഞുനാളിലെ നമ്മൾ പറഞ്ഞുറപ്പിച്ചതാണ് ഈ ബന്ധം എന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നീട് ആ ബന്ധവും പറഞ്ഞ് ഞാനാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ കല്യാണ മണ്ഡപത്തിൽ നമ്മൾ തീരുമാനിച്ചതൊന്നുമല്ല നടന്നത്. അവിടേക്കേതോ ചായക്കടക്കാരിയുടെ മകളെ വിഷ്ണു കല്യാണം കഴിച്ചുകൊണ്ട് വന്നു. എൻ്റെ മകൾ പരസ്യമായി അപമാനിക്കപ്പെട്ടു എന്നൊക്കെ ദേഷ്യത്തോടെ സരള പറയുകയാണ്. അന്നേരം സത്യഭാമ പറയുന്നുണ്ട്, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ സരളയെന്ന്. ഇനി അതൊന്നും ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് സരള പറയുന്നു. അന്നേരം ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല, ശാലിനിയുടെ ഭാഗത്ത് നിന്ന് ഒരു നീക്കവും ഉണ്ടാകില്ല എന്നൊക്കെ ഭാമ സരളയ്ക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. അന്നേരം സരള പറയുകയാണ്, അതുമാത്രം പോരാ, നേരത്തെ ആലോചിച്ചതുപോലെയല്ല ഇപ്പോൾ. ആദ്യം ആലോചിച്ചപ്പോൾ വിഷ്ണു വിവാഹിതനായിരുന്നില്ല. പക്ഷേ ഇപ്പോഴും സുസ്മിത അവിവാഹിതയാണ്. UK-യിൽ ജോലി ചെയ്യുന്ന രാജശേഖരൻ നായരുടെ മകൾ, ഇട്ടുമൂടാൻ പൊന്നും പണവും ഒക്കെയുള്ള ഒരു കുട്ടി, നല്ല തറവാടിത്തം ഒക്കെയുണ്ട്. അങ്ങനെയുള്ള ഇവൾ ഒരു 2ാം കെട്ടുകാരനെയാണോ വിവാഹം ചെയ്യുന്നതെന്ന് നാട്ടുകാർ ചോദിച്ചാൽ എന്നൊക്കെ ഒരു അഹങ്കാര സ്വരത്തിൽ ഭാമയോട് ചോദിക്കുകയാണ് സരള. അന്നേരം സരളയെന്ന് വിളിക്കുമ്പോൾ നാട്ടുകാർ പറയുന്നതാണ് എന്ന് സരള പറയുന്നുണ്ട്. അന്നേരം സുസ്മിത അമ്മ എന്തൊക്കെയായി പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഭാമ തടയുകയാണ്. ഒരമ്മയുടെ ആശങ്കയാണ് അവൾ പറയുന്നത്. പറഞ്ഞോട്ടെ, നഷ്ടപരിഹാരം എത്രയാണെന്ന് വെച്ചാൽ അത് സരളയ്ക്ക് തീരുമാനിക്കാമെന്നും ഭാമ പറയുന്നുണ്ട്. അത് അളന്നു തൂക്കി ഭാമ മുന്നിൽ വെച്ചിരിക്കും എന്ന് സത്യഭാമ പറയുമ്പോൾ സരള പറയുകയാണ്, അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. പക്ഷേ ഇപ്പോഴല്ല, കുറച്ചുകൂടി പ്രൈവസി വേണമെന്ന് സരള പറയുന്നു. തുടർന്ന് സങ്കടത്തോടെ ഭാമ പറയുകയാണ്, ശാലിനിയിൽ നിന്നും എൻ്റെ മകനെ മോചിപ്പിക്കണം. അമ്മയെ ദൈവമായി കണ്ട എൻ്റെ പഴയ വിഷ്ണുവിനെ എനിക്ക് വേണമെന്ന് ഭാമ പറയുകയാണ്. കാൽച്ചുവട്ടിലെ മണ്ണ് ഇളകിപ്പോയാലും സാരമില്ല, സത്യഭാമ അതൊക്കെ തന്നിരിക്കുമെന്ന് പറയുന്നു. അന്നേരം അതൊന്നും ഇല്ല ഭാമ, ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയല്ലേ, ഒരു ഉറപ്പിന് വേണ്ടിയാണ് ഞാനിതൊക്കെ പറയുന്നതെന്ന് സരള പറയുന്നു. തുടർന്ന് എല്ലാവരോടുമായി സരള പറയുകയാണ്, എനിക്ക് വേറൊരു കാര്യത്തിൽ കൂടി ഒരു ഉറപ്പ് വേണം. അന്നേരം സരള പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുകയാണ് വിഷ്ണു. ഇത്രയും ആകുമ്പോഴേക്കും നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.